വെടിനിർത്തൽ കരാർ വന്നിട്ടും ലബനനിൽ ഇസ്രായേലിൻ്റെ വലിയ ആക്രമണം തുടരുകയാണ്. മാധ്യമപ്രവർത്തകയടക്കം അവിടെ കൊല്ലപ്പെട്ടു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം, ഗൗരവതരമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം സമാധാനത്തിന് വേണ്ടിയുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ ഇപ്പോഴും വൃഥാവിലാണ് എന്ന് വേണം കരുതാൻ. വെള്ളിയാഴ്ച ചർച്ചയുണ്ടാകുമെന്ന് ട്രംപ് പറയുന്നു. പക്ഷേ ട്രംപ് കള്ളം പറയുകയാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ്റെ അവകാശവാദം. ഹോർമുസിലാകട്ടെ കാര്യങ്ങൾ ഒട്ടും സുഗമമല്ല. കൂടുതൽ കപ്പലുകൾക്ക് നേരെ വെടിവെക്കുന്നു, പിടിച്ചെടുക്കുന്നു. ഒപ്പം ഉപരോധം തുടരുകയാണ് എന്ന ട്രംപിൻ്റെ അവകാശവാദവും വരുന്നു. ഒപ്പം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വെടിക്കെട്ട് വേണം എന്ന ആവശ്യം പാറമേക്കാവ് അസന്നിഗ്ധമായി മുന്നോട്ട് വെക്കുകയാണ്. അത് അംഗീകരിച്ചില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് പോകും എന്നും ദേവസ്വം വ്യക്തമാക്കുന്നു. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. തലക്കെട്ടുകളിലേക്ക്. വെടിനിർത്തൽ ലംഘിച്ച് ലബനനിൽ ഇസ്രായേൽ ആക്രമണം. മാധ്യമപ്രവർത്തക കൊല്ലപ്പെട്ടു. ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ ഗുരുതര പരിക്ക്. രക്ഷാപ്രവർത്തനവും ഇസ്രായേൽ തടസ്സപ്പെടുത്തിയെന്ന് ലബനൻ. തെക്കൻ ലബനനിൽ കൊല്ലപ്പെട്ടത് 5 പേർ. 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷമുള്ള രൂക്ഷ ആക്രമണം. വെള്ളിയാഴ്ച സമാധാന ചർച്ചയെന്ന് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റ് കള്ളം പറയുന്നുവെന്ന് ഇറാൻ. പശ്ചിമേഷ്യൻ സമാധാനം അകലെ ഏകപക്ഷീയമായ വെടിനിർത്തൽ നീട്ടിയത് തങ്ങളുടെ വിജയമെന്ന് ഇറാൻ. യുഎസിന് കനത്ത നഷ്ടം. AQ-4C ഡ്രോൺ തകർത്ത ഇറാൻ. ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടങ്ങളിലൊന്ന്. ഹോർമുസിൽ രൂക്ഷ പ്രതിസന്ധി. കപ്പലുകൾക്ക് നേരെ വെടിവെച്ചും പിടിച്ചെടുത്തും ഇറാൻ. സമുദ്ര നിയമങ്ങൾ ലംഘിച്ചതിനാണ് കപ്പലുകൾ പിടിച്ചെടുത്തതെന്ന് വിശദീകരണം. ഇറാന്റെ സമുദ്ര വ്യാപാരം പൂർണ്ണമായും തടയുമെന്ന് ട്രംപ്. യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപ് ഭരണകൂടത്തിൽ രൂക്ഷ പ്രതിസന്ധി എന്ന് സൂചന. അമേരിക്കയുടെ നാവികസേനാ മേധാവി രാജിവെച്ചു. രാജി കാരണം വെളിപ്പെടുത്തിയിട്ടില്ല. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതയിലെന്ന് സൂചന. ഹോർമുസ് ഉപരോധം വിജയമെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും 34 ഇറാനിയൻ ടാങ്കറുകൾ മേഖല കടന്നുവെന്ന് വിവരം. കപ്പലുകൾ കടന്നത് ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഓഫാക്കി. കപ്പലുകളിൽ ഇറാനിയൻ അസംസ്കൃത എണ്ണയെന്ന് സൂചന. കേരള മധ്യപ്രദേശ് പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന് കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. ഗുണ്ടാ സംഘങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണം. രേഖകൾ ഹാജരാക്കിയിട്ടും കുറ്റാരോപിതനായ ഫർമാനെതിരെ കേസെടുക്കുന്നില്ല. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ മൊഴി നൽകി മാതാപിതാക്കൾ. പൂരത്തിന് വെടിക്കെട്ട് വേണം എന്ന നിലപാടിലേക്ക് ദേവസ്വങ്ങൾ. സാമ്പിൾ വെടിക്കെട്ട് മാത്രം ഒഴിവാക്കണമെന്ന് പാറമേക്കാവ്. നിലപാട് യോഗത്തിൽ അവതരിപ്പിക്കും. പൂരം നടത്തണമെന്നാണ് പൊതുവികാരമെന്നും പാറമേക്കാവ്. അംഗീകരിച്ചില്ലെങ്കിൽ നിയമപരമായി നീങ്ങാനും നീക്കം. വെടിക്കെട്ട് പൂര ദുരന്തത്തിൽ മരണസംഖ്യ 14. 4 പേരെ കണ്ടെത്താനായില്ല. തിരിച്ചറിയാനാകാതെ ഒരു മൃതദേഹം കൂടി. ശരീരാവശിഷ്ടങ്ങളുടെ DNA പരിശോധന തുടരുന്നു. തമിഴ്നാടും പശ്ചിമ ബംഗാളും ബൂത്തിൽ. തമിഴ്നാട്ടിൽ 234 നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് ഒറ്റഘട്ടത്തിൽ. ബംഗാളിൽ 152 മണ്ഡലങ്ങളിൽ ആദ്യഘട്ടം. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ. വേനൽ ചൂട് കനക്കുന്നു. പാലക്കാട് 41 ഡിഗ്രി കടന്നു. 40-ലെത്തി പുനലൂർ. ഡാമുകൾ ജലനിരപ്പ് താഴേക്ക്. അങ്ങിങ്ങ് ഒറ്റപ്പെട്ട വേനൽ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് കടക്കണം. ലബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇസ്രായേൽ. അത് ഈ യുദ്ധത്തിൽ സമാധാനത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന 10 ദിവസത്തിന് മുൻപ് തന്നെ ഇത് പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് തെക്കൻ ലബനനിൽ വലിയ ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേൽ. ഇത് ഇറാനെ പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ലബനൻ എന്നുള്ളത്
ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട പങ്കാളികളിൽ യുദ്ധത്തിലൊക്കെ ഇറാനെ സഹായിക്കുന്ന ഒരു പങ്കാളിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നടത്തിയ ആക്രമണത്തിൽ ഒരു മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അൽത്തേരി പട്ടണത്തിനടുത്തുണ്ടായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനിടയിലാണ് മാധ്യമപ്രവർത്തക അമാൽ ഖലീലും ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായ സീനബ് ഫരാജും സഞ്ചരിച്ച വാഹനം ആക്രമിക്കപ്പെട്ടത്. ഇവർ സമീപത്തെ വീട്ടിലേക്ക് രക്ഷപ്പെട്ട് ഓടിയെങ്കിലും ഇസ്രായേൽ സൈന്യം ആ വീടിനെയും ലക്ഷ്യമിട്ടു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ലെബനൻ പുറത്തുവിടുന്ന വിവരമനുസരിച്ച് ഇവരെ രക്ഷിക്കാനുള്ള ശ്രമം പോലും ഇസ്രായേൽ സേന തടയുകയും മറ്റും ചെയ്തു എന്നുള്ളതാണ്. ഇതടക്കം 5 പേർ ഈ മേഖലയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോഴത്തെ പുതിയ സമാധാന ശ്രമങ്ങൾക്ക് വലിയ വിഘാതമുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു മാധ്യമപ്രവർത്തകയെ പോലും ഇത്തരത്തിൽ കൊലപ്പെടുത്തുക എന്നുള്ളത് ഇസ്രായേൽ അറിയാതെ ചെയ്യുന്ന കാര്യമാണോ എന്നാണ് ലബനീസ് സർക്കാർ ചോദിക്കുന്നത്. തലയ്ക്ക് പരിക്കേറ്റ ഫോട്ടോഗ്രാഫർ സൈനബ് ഫറജിനെ രക്ഷാപ്രവർത്തകർ അവിടെ നിന്ന് മാറ്റി എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. പക്ഷേ വലിയ തോതിലുള്ള പരിക്ക് ഇയാൾക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ഈ മാധ്യമപ്രവർത്തകയുടെ മൃതദേഹവും മറ്റും കണ്ടെടുക്കുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. അജയ്, ഈ 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള, അതായത് ഏപ്രിൽ 16 വന്നതിന് ശേഷമുള്ള ഏറ്റവും രക്തരൂക്ഷമായ ആക്രമണമാണ് ഇന്നലെ ഉണ്ടായത്. അത് വളരെ പ്രധാനമാണ്. സമാധാനത്തിന് ശ്രമങ്ങൾക്കുള്ള വലിയ തിരിച്ചടിയായി അത് മാറുകയും ചെയ്യും, സംശയമില്ല. രഞ്ജിത്ത്, വലിയ ആക്രമണം തന്നെയാണ് ഇപ്പോഴും തെക്കൻ ലെബനനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വെടിനിർത്തൽ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഈ വരുന്ന ഞായറാഴ്ചയാണ് വെടിനിർത്തലിന്റെ സമയപരിധി അവസാനിക്കുന്നത്. ഇന്ന് വാഷിംഗ്ടണിൽ വെച്ച് 2 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ, അതായത് ലെബന്റെയും ഇസ്രായേലിന്റെയും പ്രതിനിധികൾ ചർച്ച നടത്താനൊക്കെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഓഫ്ലൈനായിട്ട് അല്ലാത്ത രീതിയിലുള്ള ചർച്ചകളെല്ലാം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 20-ാം തീയതി മുതൽ 26-ാം തീയതി വരെ നടക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിൽ ഇന്നാണ് വാഷിംഗ്ടണിൽ വെച്ചിട്ടുള്ള കൂടിക്കാഴ്ചയെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ്. നാളെ ഇന്ത്യൻ സമയം പുലർച്ചെയോടെ ആയിരിക്കും ഇത് നടക്കുക എന്നാണ് നമുക്ക് വിവരമുള്ളത്. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് ഇത്രയധികം രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു സംഘർഷം മേഖലയിൽ ഉണ്ടാകുന്നത്. ഇത് 2024 സമാനമായിട്ട് ഇസ്രായേൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും അത് അവർ തന്നെ ലംഘിക്കുന്നതുമായിട്ടുള്ള സ്ഥിതിയാണെന്നാണ് ഹിസ്ബുള്ള നിലവിൽ വിമർശിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും മേഖലയിൽ ശക്തമായ ആക്രമണം നടത്തി 5 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരമുള്ളത്. പിന്നെ ഈ മാധ്യമപ്രവർത്തകരുടെ മരണം, അത് ഇസ്രായേൽ ഗാസയിൽ ഉൾപ്പെടെ പലതവണ ആവർത്തിച്ച വലിയ ഒരു യുദ്ധക്കുറ്റം തന്നെയാണ്. പലരും കണ്ടില്ല എന്ന് ഇപ്പോഴും നടിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഇപ്പോൾ കൊല്ലപ്പെട്ടത് അമാൽ ഖലീൽ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ്. ഇത് അവിടെയുള്ള ലെബനിലെ ഒരു പ്രാദേശിക പത്രമായിട്ടുള്ള അൽ അഖ്ബാർ എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ റിപ്പോർട്ടറായിരുന്നു. അപ്പോൾ ഈ യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് വരുന്നതിനിടെയാണ് ഇവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അതുപോലെ ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായിട്ടുള്ള സീനബ് ഫറാജ് ഇദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമാണ്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ ഇസ്രായേലി സൈന്യം ഇതിനെപ്പറ്റി യാതൊരുവിധ സ്ഥിരീകരണവും നടത്തിയിട്ടില്ല. അവർ ആകെ സ്ഥിരീകരിക്കുന്നത് തങ്ങളുടെ ആക്രമണത്തിൽ 2 മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റതായിട്ട് വിവരമുണ്ട്, ഇതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഇസ്രായേലി സൈനികർ വ്യക്തമാക്കിയത്. അല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യാതൊരു സ്ഥിരീകരണവും ഇതുവരെ ഇസ്രായേൽ സേന നടത്തിയിട്ടില്ല. ഇനി അഥവാ സ്ഥിരീകരിച്ചാൽ പോലും മുൻപ് ഗാസയിലേതുപോലെ അവർ തീവ്രവാദികൾക്ക് പരോക്ഷമായി സഹായങ്ങൾ ആണ് എന്നുള്ളൊരു വിശദീകരണമായിരിക്കാം ചിലപ്പോൾ ഇസ്രായേൽ പുറത്തുവിടാൻ പോകുന്നത്. എന്തായാലും ഈ വെടിനിർത്തൽ ചർച്ചകൾ അത് ഫലപ്രദമായി നടക്കുന്നില്ല എന്നൊരു വിമർശനം കൂടി നിലവിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുന്നുണ്ട്. അമാൽ ഖലീലിന്റെ മരണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും നിലവിൽ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ലെബനിലായിരുന്നു പലപ്പോഴും ഈ സമാധാന ചർച്ചകളുടെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന കരാറായി ട്രംപും മറ്റും പറഞ്ഞത്. താൻ 10ാമത്തെ യുദ്ധം അവസാനിപ്പിച്ചത് ലെബനനും ഇസ്രായേലുമായി ബന്ധപ്പെട്ടതെന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. അത്തരത്തിലായിരുന്നു. പക്ഷേ അവിടെ തുടർച്ചയായി ഇസ്രായേൽ വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തുന്നു. അതിനോടുള്ള പ്രതികരണം ഇറാൻ്റെയും ലെബനൻ്റെയും മറ്റും എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തക കൂടി കൊല്ലപ്പെടുന്നത് അത് ഗുരുതരമായ സാഹചര്യം ആ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടയിൽ പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളിൽ പുതിയ പ്രത്യാശകൾ പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വരികയാണ്. ട്രംപ് പറയുന്നത് വെള്ളിയാഴ്ച 36 മുതൽ 72 മണിക്കൂറിനുള്ളിൽ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കും എന്നും മറ്റുമാണ്. അതായത് വെള്ളിയാഴ്ച ചർച്ചകൾ നടത്താൻ നിലവിൽ തീരുമാനമായി എന്നുള്ളതാണ് ട്രംപിൻ്റെ അവകാശവാദം. ഇതൊക്കെ ട്രംപിൻ്റെ നടപടിയെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സ്വാഗതം ചെയ്യുന്നുണ്ട്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാൻ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അതായത് ട്രംപ് കള്ളം പറയുകയാണ് എന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്.
അതോടുകൂടി സമാധാന ചർച്ചകൾ അനിശ്ചിതമായി നീളാൻ തന്നെയാണ് സാധ്യത. വെടിനിർത്തൽ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും അമേരിക്കയുടെ ഹോർമുസ് ഉപരോധം വൻ വിജയമാണെന്നും മറ്റും വൈറ്റ് ഹൗസ് അവകാശപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടും US ഏകപക്ഷീയമായി വെടിനിർത്തൽ നീട്ടിയത് തങ്ങളുടെ വിജയമെന്നാണ് ഇറാന്റെ അവകാശവാദം. അവിടെയാണ് ഇത്തരത്തിൽ പുതിയ ചർച്ചകൾക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നത്. അജയ്, യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. വീണ്ടും ട്രംപ് ചർച്ചകൾ വേണമെന്ന ആവശ്യം ഇങ്ങോട്ട് ഉന്നയിക്കുകയാണ്. ഇറാൻ ആകട്ടെ യാതൊരു താല്പര്യവുമില്ല. ഇതിനിടയിൽ ഹോർമുസിൽ IRGC 2 കപ്പലുകളെ ആക്രമിച്ച് പിടിച്ചെടുക്കുകയും മറ്റും ചെയ്ത സാഹചര്യമുണ്ട്. ലെബനനിൽ സംഘർഷം മുറുകയാണ്. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ വീണ്ടും ഒരു ചർച്ചയുടെ അന്തരീക്ഷം ഉണ്ടാകുന്നു എന്ന് ട്രംപ് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ട്രംപ് നിലവിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടാകുന്നു എന്നുള്ള പ്രതീതികൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഈ ചർച്ചകളെ സംബന്ധിച്ചുള്ള യാതൊരുവിധ നയതന്ത്ര നീക്കവും ഇപ്പോൾ അണിയറയിൽ ഫലപ്രദമായി നടക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലത്തെ ദിവസം അവസാനിക്കുന്നത് വരെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇറാനോട് നല്ല ശക്തമായിട്ടുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും അവസാന നിമിഷം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി ഇറാനെ എങ്ങനെയെങ്കിലും പാകിസ്ഥാനിൽ എത്തിക്കുക, ഇത് തന്നെയായിരുന്നു അവരുടെ ഒരു ശ്രമം എന്ന് പറയുന്നത്. കാരണം US-ന്റെ എൻവോയ് ആയിട്ട് 3 വിമാനങ്ങൾ ഓൾറെഡി പാകിസ്ഥാനിലുണ്ടായിരുന്നു. ഇനി പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രം വന്നാൽ മതിയായിരുന്നു. ഇറാന്റെ ഭാഗത്ത് നിന്ന് ആകെ കുറച്ച് സമയത്തേക്കുള്ള ട്രാവൽ മാത്രമേ ഇസ്ലാമാബാദിലേക്കുള്ളൂ. അതുകൊണ്ട് പാകിസ്ഥാന്റെ നിരന്തര സമ്മർദ്ദമുണ്ടായിട്ടും ഇറാൻ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്ക് നിലവിൽ മനസ്സിലാകുന്നത്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഗാലിബാഫ് പറയുന്നത് തങ്ങളുടെ ഉപാധികളും അതുപോലെ അവകാശങ്ങളും അമേരിക്ക ഇതുവരെയും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ അവർ അംഗീകരിക്കാതിരിക്കുന്ന പക്ഷം ഈ വെടിനിർത്തലിന് യാതൊരുവിധ പ്രസക്തിയുമില്ല എന്നാണ് മുഹമ്മദ് ബാഖർ ഖാലിബാഫ് പറയുന്നത്. അതുപോലെ ഈ തങ്ങൾക്ക് നേരെയുള്ള US-ന്റെ ഉപരോധം അത് അവസാനിപ്പിക്കാതെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ല എന്നും പൂർണ്ണമായിട്ടും അദ്ദേഹം തീർത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ അദ്ദേഹം പറയുന്നത് ഇറാന് ചർച്ചയിലൂടെ കാര്യങ്ങൾ സമവായത്തിൽ എത്തിക്കാനാണ് ആഗ്രഹം. പക്ഷേ അമേരിക്ക ഇത്തരത്തിൽ കടുംപിടുത്തം പിടിക്കുകയാണ്. തങ്ങൾക്ക് നേരെ ഇപ്പോൾ നിരന്തരം ഭീഷണികളും ഉപരോധങ്ങളും ഉന്നയിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ചർച്ചയുടെ ഒരു പ്രസക്തി ഉദിക്കുന്നില്ല എന്നും മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ ഹോർമുസിന്റെ വിഷയം, ഹോർമുസിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ തങ്ങൾക്കാണ് എന്നതാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ട്രംപും അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് ഉൾപ്പെടെ പറയുന്നത് അമേരിക്കയുടെ ഉപരോധം പൂർണ്ണ വിജയമാണ്, ഇറാന്റെ എല്ലാ കപ്പലുകളെയും തങ്ങൾ തടഞ്ഞു. അതുപോലെ ഇപ്പോൾ നിലവിൽ US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം 33ഓളം ഇറാനിയൻ കപ്പലുകളെ വഴിതിരിച്ചു വിട്ടു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇറാന് ഇപ്പോഴും ഹോർമുസിൽ വ്യക്തമായ സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് 2 കപ്പലുകൾക്ക് നേരെ അവർ ആക്രമണം നടത്തിയതും 2 കപ്പലുകളെ കസ്റ്റഡിയിലാക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് തന്നെയാണ് ഇത്തരമൊരു ആക്രമണം അത് ഹോർമുസിൽ നടന്നതായിട്ട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ഈ 2 കപ്പലുകളും US-ഇസ്രായേലി ബന്ധമുള്ള കപ്പലുകളാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MSC ഫ്രാൻസിസ്ക അതുപോലെ എപ്പാമിനോഡസ് എന്ന് പറയുന്ന 2 കപ്പലുകളെയാണ് ഇറാൻ പിടിച്ചതെന്നാണ് വിവരമുള്ളത്. ഈ കപ്പലുകളെ സംബന്ധിച്ച് ഇതുവരെ ആരും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല. അതായത് മറ്റ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസികളുടെ ഭാഗത്തു നിന്നോ ഇതുവരെ വന്നിട്ടില്ല. ഇറാൻ എന്തായാലും ഈ കപ്പലുകളെ പിടിച്ചെടുത്തു എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് പോലെ ഔദ്യോഗികമായിട്ടുള്ള നിരീക്ഷകർ വരെ സ്ഥിരീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിലൂടെ തന്നെ ഈ ഹോർമുസിൽ ഇറാന് വ്യക്തമായ മേധാവിത്വമുണ്ട്. അമേരിക്കയുടെ ഈ ഉപരോധത്തിനെ തീർത്തും പരാജയപ്പെടുത്തുന്ന ഒരു നീക്കമാണ് കഴിഞ്ഞ ദിവസം IRGC വരെ നടത്തിവെച്ചത്. തീർച്ചയായും അതാണ്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് അത് US-നുണ്ടായ ഒരു കനത്ത നഷ്ടവുമായി ബന്ധപ്പെട്ടാണ്. MQ-4C എന്ന ഡ്രോൺ, അതായത് ഏതാണ്ട് ഇന്ത്യൻ രൂപ എടുത്താൽ 2000 കോടിയോളം രൂപ വരുന്ന ഒരു ഡ്രോൺ തകർന്നു വീണു എന്നുള്ള വിവരം ഈ യുദ്ധമേഖലകളിൽ എന്ന് പുറത്തു വരുന്നുണ്ട്. അത് ഇറാൻ തകർത്തതാണ് എന്നുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഇറാനാണോ ഇത് തകർത്തത് എന്നതിൽ വിശദീകരണമൊന്നുമില്ല. MQ-4C ടൈറ്റൻ ഡ്രോൺ തകർന്നതായി നേവൽ സേഫ്റ്റി കമാൻഡിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ ഈ തകർന്ന സ്ഥലം ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല.
നോർത്രോപ്പ് ഗ്രൂമൻ നിർമ്മിച്ച ഈ സമുദ്ര നിരീക്ഷണ ഡ്രോണിന് ഏകദേശം $240 ദശലക്ഷം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2000 കോടി രൂപ വില വരും. അതായത് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു സാമ്പത്തിക നഷ്ടങ്ങളിലൊന്നായി ഈ ഡ്രോണിൻ്റെ തകർച്ച മാറുന്നുണ്ട്. നമുക്കറിയാം, കോടിക്കണക്കിന് $മില്യൺ ചിലവഴിച്ചാണ് ഓരോ ദിവസവും അമേരിക്ക ഈ യുദ്ധമുഖത്തുള്ളത്. അത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ കാര്യമായി ബാധിച്ച പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് ഇത്ര വലിയ നഷ്ടങ്ങൾ. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തലക്കേൽക്കുന്ന അടിയാണ്. കാരണം അത്യാധുനിക ഡ്രോണുകൾ, വിമാനങ്ങൾ ഒക്കെ നഷ്ടപ്പെടുന്ന പശ്ചാത്തലം, ഈ യുദ്ധത്തിന് എന്തിനിറങ്ങി എന്ന അമേരിക്കൻ ജനതയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. 50,000 അടിക്ക് മുകളിൽ ദീർഘനേരം തുടർച്ചയായി പറക്കാൻ കഴിയുന്ന ഡ്രോണാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അത്രത്തോളം നിർണായകമായ ഒന്നാണ്. ഡ്രോൺ ഫ്ലൈറ്റ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇത് വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. തൊട്ട് മുൻപ് ഇത് അതിവേഗം ഉയരം കുറഞ്ഞുവെന്നും ഈ ഡാറ്റ സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അജയ്, ഇത് നമുക്കറിയാം, അമേരിക്കയുടെ F-15 അടക്കമുള്ള വിമാനങ്ങൾ നഷ്ടപ്പെട്ടത് നേരത്തെ വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ ഈ ഏറ്റവും അത്യന്താധുനികമായ ഡ്രോൺ കൂടി നഷ്ടപ്പെടുന്നതോടുകൂടി ഈ യുദ്ധത്തിൽ അമേരിക്ക മുന്നോട്ട് വച്ച പല തന്ത്രങ്ങളും പിഴയ്ക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഇപ്പോൾ അമേരിക്ക അത്യാധുനികമായിട്ടുള്ള തോക്കുകൾ, മിസൈലുകൾ, ഡ്രോണുകൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇറാനെതിരെ ആക്രമണം നടത്തുമ്പോൾ അത്തരമൊരു ഗ്രൂപ്പിനെ കല്ലെറിഞ്ഞോടിക്കും പോലെയുള്ള ഒരു പ്രതീതിയാണ് ഇത്തരം നഷ്ടങ്ങൾ കാരണം ഉണ്ടാകുന്നത്. കാരണം ഇറാൻ അമേരിക്കയ്ക്കെതിരെയുള്ള ആക്രമണത്തിൽ ഉപയോഗിക്കുന്ന ഡ്രോണുകൾക്കാണെങ്കിലും മിസൈലുകൾക്കാണെങ്കിലും ഇന്ത്യൻ മണിയുടെ ഒരു അടിസ്ഥാനത്തിൽ നോക്കിയാൽ 20,000 മുതൽ ഏതാണ്ട് 2 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന ഉപകരണങ്ങളാണ്. പക്ഷേ US ഇറാനെതിരെ ഉപയോഗിക്കുന്ന ഒരു ഡ്രോണിൻ്റെ വരെ ചെലവ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ 2,000 കോടിയൊക്കെയാണ്. അതുപോലെ മിസൈലുകളുടെ ചെലവ് നോക്കുകയാണെങ്കിൽ ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് പോകും. അപ്പോൾ ഇറാന് US തിരിച്ചടി നൽകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കാൾ 10 മടങ്ങ് കൂടുതലാണ് അമേരിക്കയ്ക്ക് ഇറാൻ കൊടുക്കുന്ന നഷ്ടമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇറാൻ്റേതായി 10 ഡ്രോണുകൾ അല്ലെങ്കിൽ ഒരു 20 മിസൈലുകൾ തകർന്നു വീണാൽ ഉണ്ടാകുന്ന നഷ്ടമായിരിക്കും അമേരിക്കയ്ക്ക് ഒരു ഡ്രോണിൻ്റെ നഷ്ടം കൊണ്ട് തന്നെ സംഭവിക്കുക. ഇത്തരമൊരു ഡ്രോൺ തകർന്നു വീണത് അമേരിക്ക ആദ്യമൊന്നും സ്ഥിരീകരിച്ചിരുന്നില്ല. ഈ MQ-4C എന്ന് പറയുന്ന ഡ്രോൺ വെടിവെച്ചിട്ടതായിട്ട് IRGC ദിവസങ്ങൾക്ക് മുൻപേ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. പക്ഷേ അമേരിക്ക ഇതുവരെ സ്ഥിരീകരിക്കാതിരുന്ന് നിലവിൽ നാവികസേനയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചില വിവരങ്ങളും അതുപോലെ തന്നെ ചില ഫ്ലൈറ്റ് കോഡുകളും എല്ലാം ഡീകോഡ് ചെയ്തുകൊണ്ടാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് നാവികസേന ഔദ്യോഗികമായി തന്നെ എത്തി നിൽക്കുന്നത്. ഈ ഒരു ഡ്രോണിന് ഈ പണത്തിൻ്റെ ചെലവ് മാത്രമല്ല, വളരെ അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങളും ഈ ഡ്രോണിലുണ്ട്. ഏതാണ്ട് 50,000 അടിക്ക് മുകളിൽ 24 മണിക്കൂർ വരെ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ലാതെ നിന്ന് നിരീക്ഷണം നടത്താൻ ഈ ഡ്രോണിന് സാധിക്കും. അതുപോലെ സമുദ്ര മേഖലകളിലുള്ള മറ്റ് നിരീക്ഷണങ്ങൾ, അതുപോലെ രഹസ്യാന്വേഷണം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് US ഈ ഡ്രോൺ പ്രധാനമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഈ ഡ്രോൺ ഈ നശിച്ചു എന്ന് US തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് അത് വലിയൊരു നാണക്കേട് കൂടിയാണ് US സേനയ്ക്ക്. ഒപ്പം ഇറാന്റെ സമുദ്ര വ്യാപാരം തടയുമെന്നുള്ള വെല്ലുവിളി, പൂർണ്ണമായും തടയുമെന്നുള്ള വെല്ലുവിളി US നാവികസേനയുടെ ഭാഗത്തു നിന്നുണ്ട്. ഉപരോധം തുടരുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് 2 കപ്പലുകൾ ഇറാൻ പിടിച്ചെടുത്ത വിവരം നേരത്തെ പുറത്തു വന്നത്. ഇതാദ്യമായാണ് യുദ്ധം ആരംഭിച്ച ശേഷം ഇറാൻ കപ്പലുകൾ പിടിച്ചെടുക്കുന്നത്. സമുദ്ര നിയമങ്ങൾ ലംഘിച്ചുവെന്നാണ് ഇറാന്റെ അവകാശവാദം. ഇതോടുകൂടി ഹോർമുസിൽ കാര്യങ്ങൾ ഒട്ടും സുഗമമല്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. 3 കപ്പലുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായി എന്നും ഇന്നലെ വാർത്തകൾ വന്നിരുന്നു. ഇന്നും സമാനമായ പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹോർമുസിലൂടെ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്ന കപ്പലുകൾ, ഇതിപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും, ഇറാനുമായി ഏറെ സൗഹൃദമുള്ള ഇന്ത്യയുടെ കപ്പലുകൾക്ക് നേരെയും വെടിവെപ്പുണ്ടായി, ആക്രമണമുണ്ടായി എന്നുള്ളത് അതീവ ഗൗരവത്തോടെയാണ് നമ്മൾ കണ്ടത്. ഇറാൻ്റെ അംബാസഡറെ വിളിച്ച് ഇക്കാര്യത്തിൽ ആശങ്കയൊക്കെ ഇന്ത്യ പങ്കുവച്ചത് പ്രധാനമായിരുന്നു. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണണം ഹോർമുസിലെ എന്താണ് അവസ്ഥ, എങ്ങനെ ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത്. ഒപ്പം അമേരിക്ക അവകാശപ്പെട്ടത് ഹോർമുസിലെ ഉപരോധം ആരംഭിച്ച ശേഷം ഒരു ഇറാനിയൻ കപ്പൽ പോലും കടന്നുപോയിട്ടില്ല തങ്ങളുടെ ഉപരോധം ലംഘിച്ച് എന്നാണ്. പക്ഷേ ഈ കപ്പൽ ട്രാക്കിംഗ് സൈറ്റുകളുടെ ഇപ്പോൾ പുറത്തുവിടുന്ന വിവരപ്രകാരം ഏതാണ്ട് 34ഓളം കപ്പലുകൾ, അതും ഇറാൻ കപ്പലുകൾ പുറത്തുവിട്ടു എന്ന് ഡേറ്റ ട്രാക്കിംഗ് ഏജൻസിയായ വോർട്ടെക്സിനെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചുരുങ്ങിയത് 34 ഇറാനിയൻ ബന്ധമുള്ള കപ്പലുകളെങ്കിലും US ഉപരോധം മറികടന്ന് പോയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഇറാൻ്റെ എണ്ണയുമായി പോയ കപ്പലുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇതോടുകൂടി
അമേരിക്കയുടെ ഈ വാചകവടി മാത്രമാണോ, അമേരിക്കയുടെ ഉപരോധം ദുർബലമാണോ എന്നുള്ള ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഉയരുന്നുണ്ട്. ഏപ്രിൽ 13 മുതലാണ് US നാവികസേന ഹോർമുസിൽ ഉപരോധം ഏർപ്പെടുത്തിയത്. ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്ന് വരുന്നതും പോകുന്നതുമായ എല്ലാ കപ്പലുകളും തടയുമെന്നായിരുന്നു അവകാശവാദം. അതേസമയം 28ഓളം കപ്പലുകളെ തിരിച്ചയച്ചിട്ടുണ്ട് എന്നും അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിലാണ് വളരെ വിദഗ്ധമായി, അതായത് അതിൻ്റെ സിഗ്നൽ സംവിധാനങ്ങളൊക്കെ ഓഫ് ചെയ്താണ് ഈ കപ്പലുകൾ ഈ ഹോർമുസിലെ ഉപരോധം കടന്ന് പുറത്തേക്ക് പോയത് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്. ഈ കപ്പലുകളിൽ കുറഞ്ഞത് ഒരു കപ്പലിൽ ഏതാണ്ട് 10.7 ദശലക്ഷം ബാരൽ വരുന്ന ഇറാനിയൻ അസംസ്കൃത എണ്ണയുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ കൂടിയ വിലയ്ക്ക് ഇറാൻ ഈ എണ്ണ വിൽക്കും എന്നുമാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അജയ്, ഞങ്ങൾ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അമേരിക്ക പറയുന്നുണ്ട്. പക്ഷേ വളരെ വിദഗ്ധമായി ഈ ഉപരോധം മറികടക്കാനുള്ള ശ്രമങ്ങൾ വിജയകരമായി തന്നെ നടത്തിയിരിക്കുകയാണ് ഇറാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ US-ന്റെ കണക്കുകൂട്ടലുകളെല്ലാം ഇക്കാര്യത്തിൽ തെറ്റുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കപ്പലിനെ, ടൗസ്ക എന്ന് പറയുന്ന കപ്പലിനെ US പിടിച്ചെടുത്തിട്ടും ഈ കപ്പലിന് വേണ്ടി അധികമായിട്ട് ഒരു അന്താരാഷ്ട്ര തലത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഈ നെഗോഷിയേഷൻസ് വഴിയാണെങ്കിലും ഒരു നീക്കം നടത്താൻ ഇപ്പോൾ നിലവിൽ ഇറാൻ തയ്യാറാകുന്നില്ല. അത്തരമൊരു കപ്പലിൻ്റെ നഷ്ടത്തിൽ ആദ്യം വലിയ രീതിയിലുള്ള പ്രതികരണമൊക്കെ ഇറാൻ നടത്തിയിരുന്നു. പക്ഷേ അമേരിക്കയുടെ ആ സമ്മർദ്ദത്തിന് വഴങ്ങി വലിയ രീതിയിൽ അങ്ങോട്ട് ഒരു കരാറിലേക്ക് പോകാനോ അല്ലെങ്കിൽ കൂടുതൽ വ്യവസ്ഥകളിൽ ഇളവ് വരുത്താനോ ഒന്നും തന്നെ ഇറാൻ നിലവിൽ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത് തന്നെ ഈ കപ്പലിന് വേണ്ടി ഇറാൻ വലിയ തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നുള്ള അമേരിക്കയുടെ കണക്കുകൂട്ടൽ തന്നെ അവിടെ പിഴച്ചു. അതുപോലെ US ആദ്യം അവകാശപ്പെട്ടതുപോലെ ഇത്തരത്തിൽ സമുദ്രതലത്തിൽ US ഒരു ഉപരോധം നടത്തുകയാണെങ്കിൽ ഇറാന് പ്രതിദിനം $500 മില്യൺ നഷ്ടം വരും എന്നതായിരുന്നു US-ന്റെ ഒരു കണക്കുകൂട്ടൽ. അതുകൊണ്ട് അവർ എത്രയും വേഗം ഈ ഒരു സമാധാന നീക്കത്തിന് കൈകോർക്കും, ഒരു ഡീലിന് തയ്യാറാകും എന്നതെല്ലാം US ഒരു നിഗമനമായി പറഞ്ഞിരുന്നു. ട്രംപ് തന്നെ പറഞ്ഞത് ഈ ഉപരോധം പിൻവലിക്കുകയാണെങ്കിൽ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകില്ല എന്നാണ്. പക്ഷേ ഈ ഉപരോധം ഇപ്പോഴും ആക്റ്റീവായി നടക്കുമ്പോഴും അവിടെ വലിയ രീതിയിലുള്ള ഒരു ഉപരോധങ്ങളും അതുപോലെ തന്നെ മറ്റ് നീക്കങ്ങളും എല്ലാം നടക്കുന്നതായിട്ടാണ് നമുക്ക് നിലവിൽ കാണാനാകുന്നത്. ഇപ്പോൾ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ IRGC പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഏതാണ്ട് 34ഓളം കപ്പലുകൾ ഈ US ഉപരോധം നിലനിൽക്കെ മേഖലയിലൂടെ വളരെ സുഗമമായി യാത്ര ചെയ്തു എന്നുള്ളത്. അപ്പോൾ മറ്റ് കപ്പലുകൾ മേഖലയിലൂടെ ഇപ്പോൾ ഇറാന്റെ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഇറാനിയൻ തുറമുഖത്തുൾപ്പെടെ ഡോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരമുള്ളത്. എന്നാലും ഇത് തീർച്ചയായിട്ടും ഇത് സത്യമാണെങ്കിൽ അമേരിക്കയ്ക്ക് സംഭവിച്ച ഒരു കനത്ത അടി തന്നെയാണ്. പക്ഷേ US ഇത് നിലവിൽ സ്ഥിരീകരിക്കുന്നില്ല. ഇതിൽ നിന്ന് നേരെ വിഭിന്നമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത്. US സെൻട്രൽ കമാൻഡിന്റെ റിപ്പോർട്ട് പ്രകാരം അവർ ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 31ഓളം കപ്പലുകളെ ഇറാന്റെ തീരങ്ങളിലേക്ക് തിരിച്ചു പറഞ്ഞയച്ചു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്ന് നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ മറ്റു വഴികളൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ ഷിപ്പ് ട്രാക്കിംഗ് ഡേറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും കപ്പലുകൾ മേഖലയിലൂടെ യാത്ര ചെയ്യുന്നത് കാണാനും സാധിക്കുന്നുണ്ട്. അതാണ് സാഹചര്യം. ഇതിനിടയിൽ അമേരിക്കയിൽ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിൽ നിലവിൽ ഒരുപാട് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപ് വലിയ എതിർപ്പ് രാജ്യത്ത് നേരിടുന്നു. കാരണം കനത്ത നഷ്ടമാണ്. ഈ യുദ്ധം എങ്ങും എത്തിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. 3 ആഴ്ച കൊണ്ട് ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞ് യുദ്ധത്തിനിറങ്ങിയ ഭരണാധികാരിയാണ്. പക്ഷേ ഇറാൻ്റെ ശക്തമായ ചെറുത്തുനിൽപ്പും ലോകരാജ്യങ്ങളുണ്ടായ വലിയ എതിർപ്പും നാട്ടിൽ തന്നെ സ്വന്തം രാജ്യത്ത് തന്നെ ഉണ്ടായ വലിയ എതിർപ്പുകളുമൊക്കെ ആ ട്രംപിൻ്റെ യുദ്ധക്കൊതിയെ കുറച്ചു കൊണ്ടുവരുന്ന പശ്ചാത്തലമാണ്. ഇതിനിടയിലാണ് ട്രംപിന് വലിയ തിരിച്ചടിയാകുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത്. നാവികസേനാ മേധാവി ജോൺ ഫീലൻ രാജിവെച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമായാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. വൈറ്റ് ഹൗസിൽ ട്രംപ് ഭരണകൂടത്തിൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നത ശക്തമായതാണ് ഈ രാജിക്ക് കാരണം എന്നാണ് വിലയിരുത്തൽ. ഇന്നലെയാണ് ജോൺ ഫീലൻ സ്ഥാനമൊഴിയുന്നതായി പെൻറ്റഗൺ പ്രഖ്യാപിച്ചത്. വ്യക്തമായ കാരണങ്ങൾ, എന്താണ് രാജിക്ക് പിന്നിലുള്ള കാരണങ്ങൾ എന്ന് വ്യക്തമാക്കാൻ ഔദ്യോഗികമായി പെൻറ്റഗൺ തയ്യാറായിട്ടില്ല എന്നതാണ് ഇതിൽ നിർണായകം. സാധാരണ ഒരു ഉദ്യോഗസ്ഥൻ രാജിവെച്ച് പോകുമ്പോൾ ഏതെങ്കിലും ഒരു കാരണം പറയാറുണ്ട്. പക്ഷേ ജോൺ ഫീലന് രാജിക്ക് പിന്നിൽ എന്താണ് കാരണം എന്ന് വ്യക്തമാക്കാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറാകാത്തത് തന്നെ ഈ ഭിന്നതകളുടെ പ്രധാന കാരണമായി മനസ്സിലാക്കണം. പകരം അണ്ടർ സെക്രട്ടറി ഹങ് കാവോ US നേവിയുടെ ആക്ടിംഗ് നേവി സെക്രട്ടറിയായി മറ്റും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇറാനെതിരെ US സാമ്പത്തിക ഉപരോധം ശക്തമാക്കി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ മാറ്റം. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികൾ അതിജീവിക്കാനാകാത്ത അവസ്ഥയും US-നുണ്ട്. ഇതിനിടയിലാണ്
ട്രംപ് ഭരണകൂടത്തിൻ്റെ കീഴിൽ പ്രതിരോധ വകുപ്പിൽ നടന്ന പ്രധാന മാറ്റമായി ഈ രാജ്യപ്രഖ്യാപനത്തെ കാണേണ്ടത്. നേരത്തെ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ റാൻഡി ജോർജിനെ മാറ്റിയതിന് തൊട്ടു പിന്നാലെയാണ് US നേവി സെക്രട്ടറിയുടെയും പടിയിറക്കം. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം അവസാനിക്കാൻ വെടിനിർത്തൽ ധാരണയുണ്ടായെങ്കിലും ഇറാനെ അടക്കം ഉപരോധത്തിലാക്കുന്നതിലും അവരെ പൂട്ടുന്നതിലും മറ്റും ട്രംപ് ഭരണകൂടം വലിയ തോതിൽ പരാജയപ്പെട്ട പശ്ചാത്തലം ഈ രാജിക്ക് കാരണമായി പറയപ്പെടുന്നു. ഒപ്പം അമേരിക്കയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രൂക്ഷമായ, അതും ട്രംപ് വൈറ്റ് ഹൗസിൽ തന്നെ ട്രംപിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും പ്രകടിപ്പിക്കുന്നു എന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ രാജി. ഇതിനിടയിൽ ഇന്നലെ ട്രംപ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇറാനിലെ ഭരണകൂടം തകർച്ചയിലാണ് എന്നാണ്. ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വിവിധ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇറാനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. ഇറാനിലുണ്ടായിരുന്ന ശക്തമായ ഭരണാധികാരികളിൽ ഒരുപാട് പേർ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. IRGC പോലും അവസാനമായി കേട്ടിരുന്ന വാക്ക് അയത്തുള്ള ഖൊമേനിയുടെ ആയിരുന്നു. അതേ തരത്തിൽ വരും എന്ന് കരുതിയിരുന്ന ആളാണ് മൊസ്തഫ ഖൊമനേയി. പക്ഷേ മൊസ്തഫ അതിഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിലാണ്. തീരുമാനങ്ങൾ എടുക്കാൻ മൊസ്തഫയ്ക്ക് സാധിക്കാത്ത പശ്ചാത്തലം അവിടെയുണ്ട് എന്നുള്ള വ്യക്തത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മൊസ്തഫ ഓൺലൈനായി ചില യോഗങ്ങളിൽ മാത്രം പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ തയ്യാറാകുന്നില്ല. അവിടെയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും സൈന്യവുമായി അടുത്തപ്പോൾ രാഷ്ട്രീയ നേതാക്കളും അടങ്ങുന്ന ഒരു സംഘം ഇറാൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇറാൻ്റെ പ്രസിഡന്റും ഒപ്പം ഇറാൻ്റെ സ്പീക്കറും ഇപ്പോൾ പിൻനിരയിലാണ്. അവർക്ക് തീരുമാനമെടുക്കാനുള്ള യാതൊരു അധികാരവുമില്ല. അതിലേറ്റവും പ്രധാനം, നേരത്തെ പെസഷ്കിയാൻ പ്രഖ്യാപിച്ചത് ഹോർമുസിലെ ഉപരോധം പിൻവലിക്കുന്നു, ഹോർമുസ് പൂർണ്ണമായും തുറക്കുന്നു എന്നടക്കം പറഞ്ഞതിൽ ഇറാനിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു. IRGC അടക്കം ഈ വിഷയത്തിൽ വലിയ എതിർപ്പുമായി രംഗത്ത് വരികയും തുടർന്ന് പെസഷ്കിയാന് തൻ്റെ പ്രസ്താവന പിൻവലിക്കേണ്ട അവസ്ഥ വരികയും ഹോർമുസ് നിയന്ത്രണം പൂർണ്ണമായി ഇറാൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഇതൊക്കെ ആ ഭരണകൂടത്തിൽ വലിയ ഭിന്നതകൾ ഉണ്ടാക്കി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നിരുന്നു. അജയ്, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റാണ് ഇക്കാര്യം ആദ്യം പ്രഖ്യാപിക്കുന്നത്. ഭരണകൂടത്തിലെ ഭിന്നത അത് ഏതാണ്ട് കൃത്യമാക്കുന്ന വിവരങ്ങളല്ലേ പുറത്തു വരുന്നത്? ഇറാനിലൊരു ഭരണതലത്തിൽ പലതരം ഇപ്പോൾ ഭിന്നതകളുണ്ട് എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് വ്യക്തമായ കാര്യമാണ്. ഇപ്പോൾ രഞ്ജിത്ത് നിലവിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഹോർമുസ് വിഷയത്തിൽ തന്നെ അവിടെ അധികാരികൾക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ചിലർ നേതാക്കൾ പറഞ്ഞത് ഈ ഹോർമുസ് കടലെടുക്ക് നിലവിൽ തുറക്കരുത് എന്നതാണ്. എന്നാൽ ഈ തുറക്കണം എന്നുള്ളത് ഈ പ്രത്യേകിച്ച് ഈ നെഗോസിയേഷൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാനും അതുപോലെ തന്നെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി തുടങ്ങിയിട്ടുള്ള നേതാക്കൾക്കൊക്കെ നിർബന്ധമുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ തീവ്ര നിലപാടുകാരായിട്ടുള്ള അവിടുത്തെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫിനാണെങ്കിലും ഇപ്പോൾ IRGCക്കാണെങ്കിലും ഇപ്പോൾ നിലവിലുള്ള അവിടുത്തെ പരമോന്നത നേതാവായിട്ടുള്ള മുജിതബ ഖമനേയ്ക്കാണെങ്കിലും അവർക്കെല്ലാം തന്നെ ഇതിനോട് കടുത്ത വിയോജിപ്പായിരുന്നു. പക്ഷേ സമ്മർദ്ദങ്ങളെ വഴങ്ങിക്കൊണ്ട് ഇപ്പോൾ പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ ഹോർമുസ് കടലെടുക്ക് തുറന്നതായി പ്രഖ്യാപിക്കുന്നു. പക്ഷേ IRGC ഉടൻ തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഉടൻ തന്നെ അവർ ഇക്കാര്യത്തിൽ ഒരു നിയന്ത്രണം ഏറ്റെടുക്കുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇറാൻ പറഞ്ഞ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് അമേരിക്ക ഇത്തരത്തിൽ ഹോർമുസിൽ ഉപരോധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ ഹോർമുസ് ഇപ്പോൾ നിലവിൽ ഇറാൻ ഹോർമുസ് തുറന്നത് അത് നിർത്തുന്നു, ഹോർമുസിൽ വീണ്ടും ഉപരോധം കൊണ്ടുവരുന്നു എന്നതാണ് അവർ പറഞ്ഞത്. അതായത് US-ന്റെ ഉപരോധത്തെ ഒരു ന്യായീകരണമായി എടുത്തുകൊണ്ട് ഹോർമുസ് വീണ്ടും അടയ്ക്കുന്ന ഒരു ചുറ്റുപാടെടുത്തു. ഇത്തരത്തിൽ പെട്ടെന്ന് തുറന്നു എന്ന് പറയുന്ന ഒരു പ്രസ്താവന പുറത്തിറക്കുകയും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അത് അടച്ചു എന്ന് പറഞ്ഞ വിവരം പുറത്തു വരുന്നതും അതും തീർച്ചയായിട്ടും ഇത്തരം ഒരു അധികാര വടംവലിയുടെ കൂടി ഒരു സൂചനയാണ്. മാത്രമല്ല നിലവിലെ പരമോന്നത നേതാവായിട്ടുള്ള മുജിതബ ഖമനേയി അദ്ദേഹം IRGCക്ക് അകമഴിഞ്ഞ പിന്തുണ നൽകുന്നുണ്ട്. IRGC എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയ ഒരു പ്രസക്തി നിലവിൽ അവിടുത്തെ ഇറാനിയൻ രാഷ്ട്രീയത്തിലുണ്ട്. മുൻപൊക്കെ IRGC എന്ന് പറയുന്നത് പരമോന്നത നേതാവിൻ്റെ നേരിട്ടുള്ള അണ്ടറിലായിരുന്നു. പരമോന്നത നേതാവിൻ്റെയും അവിടുത്തെ നാഷണൽ അസംബ്ലിയുടെയും തീരുമാനങ്ങൾ മാത്രമായിരുന്നു IRGC കേട്ടുവന്നിരുന്നത്. എന്നാൽ മുജിതബ ഖമനേയി നേരത്തെ മുൻപ് ഇറാഖുമായി യുദ്ധമുണ്ടായ സമയത്ത് തന്നെ IRGCയുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ IRGCക്ക് ഒരു കൂടുതൽ സ്വാതന്ത്ര്യം, ഒരു അകമഴിഞ്ഞ സ്വാതന്ത്ര്യം നിലവിൽ അവിടെ രാഷ്ട്രീയത്തിലാണെങ്കിലും അവിടെ മറ്റ് തീരുമാനങ്ങളിലാണെങ്കിലും എടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഇതുൾപ്പെടെ ഈ പരമോന്നത നേതാവിൻ്റെ ഒരു പ്രത്യേക നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് കൂടി
ഒന്ന് പോകണം. സുപ്രധാനമായ ഒരു വാർത്ത സൗദി പ്രോ ലീഗിൽ നിന്ന് വരുന്നത്. സൗദി പ്രോ ലീഗിലെ പ്രധാനപ്പെട്ട ക്ലബ്ബായ അൽ നസർ, നമുക്കറിയാം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബ് കൂടിയാണ് അൽ നസർ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മകൻ റൊണാൾഡോ ജൂനിയർ അവിടെ അവരുടെ ജൂനിയർ ടീമിൽ കളിക്കുന്നുണ്ട്. ഇപ്പോൾ റൊണാൾഡോ ജൂനിയറിനെ സീനിയർ ടീമിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരികയാണ്. ഈ 15-കാരനെ ടീമിലെത്തിക്കുക വഴി ക്രിസ്ത്യാനോയെയും മകനെയും ഒരുമിച്ച് കളിപ്പിക്കാൻ ക്ലബ്ബ് ലക്ഷ്യമിടുന്നു. അത് ക്ലബ്ബിന് വലിയ ദീർഘലക്ഷ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ജൂനിയർ ക്ലബ്ബിൽ കളിക്കുമ്പോൾ തന്നെ അടിച്ച് നിരവധി ഗോളിൻ്റെ മഴ അവിടെ ഉണ്ടാക്കുന്ന ഒരു താരം കൂടിയാണ് ക്രിസ്ത്യാനോ ജൂനിയർ എന്നുള്ളതാണ്. മിന്നും ഫോമിലാണ് ഈ കൗമാര താരം. ഇതോടുകൂടിയാണ് സീനിയർ ടീമിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകളിലേക്ക് ക്ലബ്ബ് കടക്കുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച അക്കാദമികളിൽ ഇതിനോടകം തന്നെ ക്രിസ്ത്യാനോ ജൂനിയർ പന്ത് തട്ടിയിട്ടുണ്ട്. റൊണാൾഡോ കളിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റയൽ മാഡ്രിഡ്, യുവൻസ് ക്ലബ്ബുകളുടെ അക്കാദമികളിൽ ഈ കൗമാര താരം ഇതിനകം കളിച്ചു കഴിഞ്ഞു. ക്ലബിനായി അച്ഛനെയും മകനെയും ഒരുമിച്ച് കളിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ അൽ നാസറിനുള്ളത്. അൽ നാസർ അണ്ടർ 15 ടീമിനായി 27 മത്സരങ്ങളിൽ നിന്ന് 56 ഗോളുകൾ ഇതിനകം ക്രിസ്ത്യാനോ ജൂനിയർ നേടിക്കഴിഞ്ഞു എന്നുള്ള വിവരം ഫുട്ബോൾ പ്രേമികളിൽ വലിയ കൗതുകമുയർത്തിയ ഒന്നാണ്. യുവൻസ് അക്കാഡമിയിൽ കളിക്കുന്ന സമയത്ത് 23 മത്സരങ്ങളിൽ നിന്ന് 58 ഗോളുകളും ഈ താരം നേടിയിട്ടുണ്ട്. അതായത് അച്ഛൻ്റെ പ്രതിഭയ്ക്കൊപ്പം എത്താവുന്ന ഒരു താരമായി ക്രിസ്ത്യാനോയുടെ മകൻ മാറുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യവുമാണ് ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും 2027 വരെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഏതാണ്ട് 2000 കോടി രൂപയിൽ അവിടെ കളിക്കുന്നുണ്ട്. 15% ഓഹരി ക്ലബിൽ താരത്തിനുണ്ട് എന്നതും ഏറ്റവും പ്രധാനമാണ്. ഈ ക്രിസ്ത്യാനോ വന്നതോടുകൂടി ഈ ക്ലബിൻ്റെ മൂല്യം അത് നിരവധി ഇരട്ടിയായാണ് കുതിച്ചുയർന്നത് എന്നും റിപ്പോർട്ടുകൾ. മറ്റൊരു വാർത്ത, ഇറാൻ യുദ്ധത്തെ തുടർന്ന് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറഞ്ഞതോടെ കോണ്ടത്തിനും വില കയറുന്നു എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും വലിയ കോണ്ടം നിർമ്മാതാക്കളായ കാരക്സ് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു. യുദ്ധം തുടരുകയാണെങ്കിൽ വിലയിൽ 30% അതിലധികമോ വർധനവുണ്ടായേക്കുമെന്നാണ് കമ്പനി CEO അറിയിച്ചിരിക്കുന്നത്. മലേഷ്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാരക്സ് പ്രതിവർഷം 5 ശതകോടിയിലധികം കോണ്ടം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. ഡ്യൂറക്സ്, ട്രോജൻ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകൾക്കും ബ്രിട്ടനിലെ NHS പോലെയുള്ള പൊതുജനാരോഗ്യ സംവിധാനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾ നൽകുന്നത് ഈ കമ്പനിയാണ്. വില വർധനവിന് പിന്നിലെ കാരണങ്ങൾ മറ്റൊന്നുമല്ല, എണ്ണ വിതരണ തടസ്സമാണ്. ഈ തടസ്സമുണ്ടായതിനെ തുടർന്ന് ഇതിൻ്റെ പ്രധാന അസംസ്കൃത വസ്തുക്കളാണ് കോണ്ടം നിർമ്മാണത്തിൻ്റെ അമോണിയയും സിലിക്കൺ അധിഷ്ഠിത ലൂബ്രിക്കൻറ്റുകളും മറ്റും. ഇവയൊക്കെ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വരവ് കുറഞ്ഞതോടെ ഈ അസംസ്കൃത വസ്തുക്കൾക്ക് ക്ഷാമമുണ്ടാകുകയും മറ്റും ചെയ്തതിനെ തുടർന്നാണ് കമ്പനി ഇത്തരത്തിൽ വില വർധനവ് ആലോചിക്കുന്നത്. ദൃശ്യം 3യുടെ റിലീസിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം ഫ്രാഞ്ചൈസിയായി വരുന്ന ദൃശ്യം 1, ദൃശ്യം 2 ശേഷം ദൃശ്യം 3 വരുന്നു. ദൃശ്യം 1ഉം 2ഉം ഏറ്റെടുത്ത പ്രേക്ഷകർ ദൃശ്യം 3ക്കായി കാത്തിരിക്കുകയാണ്. പക്ഷേ ഒരു ചെറിയ തിരിച്ചടി ഇതുമായി ബന്ധപ്പെട്ട ആശീർവാദ് ഫിലിംസിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ ചിത്രത്തിൻ്റെ OTT കാര്യങ്ങളിൽ അടുത്ത മാസം 15-ാം തീയതി വരെ തടസ്സം നേരിടുന്നു. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള OTT റൈറ്റ്സ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ചില നിയമപരമായ പ്രശ്നങ്ങൾ നിർമ്മാതാക്കൾ നേരിടുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ആമസോണാണ് ഇതുമായി ബന്ധപ്പെട്ട് ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത്. നിർമ്മാതാക്കളെ ആശീർവാദ് സിനിമാസിനെതിരെ ആമസോൺ സമർപ്പിച്ച ഹർജിയിൽ യാതൊരു തരത്തിലുള്ള നീക്കവും OTT വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവരുത് എന്നാണ് ഇപ്പോൾ ദില്ലി കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മെയ് 15 വരെയാണ് ഈ വിലക്ക്. ചിത്രം തിയേറ്ററിലെത്തുന്നതിന് 6 ദിവസം മുൻപ് വരെ. അത് വെച്ച് നോക്കിയാൽ നിർമ്മാതാക്കൾക്ക് ചെറിയ പ്രതിസന്ധി ഉണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യം സംശയമില്ല. ഡിജിറ്റൽ റൈറ്റ്സിൽ അവകാശവാദം ഉന്നയിച്ച് ആമസോൺ പ്രൈം വീഡിയോ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഈ മാസം ആദ്യം പങ്കുവച്ച പ്രസ്താവനയിൽ ദൃശ്യം 3ൻ്റെ എക്സ്ക്ലൂസീവ് ഡിജിറ്റൽ അവകാശം, എല്ലാ മേഖലയിലുള്ള അവകാശം തങ്ങൾക്കാണ് എന്നാണ് ആമസോൺ പ്രൈം വീഡിയോ വ്യക്തമാക്കിയിരുന്നത്. തങ്ങളുടെ അനുമതിയില്ലാതെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കരാറുകളിൽ ഉൾപ്പെടുന്നത് നിയമ നടപടികൾ ക്ഷണിച്ചു വരുത്തും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരിങ്ങനെ മുന്നോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാരണം ഡിജിറ്റൽ റൈറ്റ്സിലെ എല്ലാ വിഭാഗങ്ങളും ആമസോണിന് വിറ്റു എന്ന് പറയുമ്പോഴും ഇതിൻ്റെ OTT വിഭാഗം പ്രൈം വീഡിയോസിനാകും എന്ന് വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലം വളരെ പ്രധാനമാണ്. അവിടെയാണ് ആമസോൺ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നത്. പനോരമ സ്റ്റുഡിയോസിനെതിരെയാണ് ഇപ്പോൾ ആമസോൺ രംഗത്ത് വന്നിരിക്കുന്നത്. മലയാളം ഒറിജിനലിൻ്റെ ആഗോള തിയേറ്ററിക്കൽ ഡിജിറ്റൽ റൈറ്റുകൾ വാങ്ങിയതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് ഇപ്പോൾ ആമസോണിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.
ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട്ടിലെത്തിക്കണ്ട് കരുനാഗപ്പള്ളി MLA-യും കോൺഗ്രസ് നേതാവുമായ CR മഹേഷ്. രാഹുലിന്റെ അടൂരിനെ വീട്ടിലെത്തി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് CR മഹേഷ് തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിവരങ്ങൾ പങ്കുവച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് എന്നാണ് മഹേഷിന്റെ FB പോസ്റ്റിൽ പങ്കുവച്ച ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുന്നത്. സന്ദർശനത്തെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും ഫേസ്ബുക്കിൽ ചിത്രവും കുറിപ്പും പങ്കുവച്ചു. ഏറെക്കാലത്തിന് ശേഷം പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടുമുട്ടി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: കരുനാഗപ്പള്ളിയിൽ എന്തുകൊണ്ട് CR മഹേഷിന് എതിരാളികൾ ഇല്ല എന്ന് ചിന്തിച്ചിട്ടില്ലേ? ഒറ്റ കാരണമേ ഉള്ളൂ, ആളുകളുടെ മനസ്സിൽ ആഴത്തിൽ സ്നേഹത്തിൻ്റെ വേരിറക്കുന്നവനാണ് എന്നാണ്. ചേർത്ത് നിർത്തുന്ന ഒരുത്തൻ എന്നാണ് ഇത്തരത്തിൽ ഉയർന്നിരിക്കുന്നത്. ഇതിൻ്റെ കൗതുകം മറ്റൊന്നുമല്ല, 3ഓളം ലൈംഗിക പീഡന പരാതികൾ ഉയർന്നതോടെ പാലക്കാട് MLA ആയിരുന്ന രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും തുടർന്ന് നേതാക്കളൊക്കെ അകറ്റി നിർത്തുകയും ചെയ്ത പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഇതിനിടയിലാണ് CR മഹേഷ് എന്ന കോൺഗ്രസിലെ യുവ നേതാവ് രാഹുലിനെ വീട്ടിലെത്തി കാണുകയും മറ്റും ചെയ്തത്. ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. പോലീസ് ഒത്തുകളിക്കുന്നു എന്ന ആരോപണവുമായി വൈറൽ പെൺകുട്ടി, കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. മധ്യപ്രദേശ് പോലീസും കേരള പോലീസും ഒത്തുകളിക്കുന്നു എന്നാണ് ഇവരുടെ ആരോപണം. ഗുണ്ടാ സംഘങ്ങൾ തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്നും ഇവർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ദേശീയ പട്ടികജാതി ന്യൂനപക്ഷ കമ്മീഷൻ നൽകിയ മൊഴിയിലാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇക്കാര്യം പറയുന്നത്. കൃത്യമായ തെളിവുകൾ, അതായത് പെൺകുട്ടിക്ക് 16-18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് കാട്ടുന്ന തെളിവുകൾ, രേഖകൾ ഹാജരാക്കിയിട്ടും കുറ്റാരോപിതനായ ഫർമാൻ ഖാനെതിരെ കേസെടുക്കുന്നില്ല എന്നും ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ മൊഴി നൽകാനെത്തിയ മാതാപിതാക്കൾ അറിയിച്ചു. സിനിമയിൽ അഭിനയിക്കാൻ എന്ന വ്യാജേനയാണ് തങ്ങളുടെ മകളെ കടത്തിക്കൊണ്ടുപോയത് എന്നുള്ളതാണ്. സാധാരണക്കാരായ ഞങ്ങളുടെ കുടുംബത്തെ കബളിപ്പിച്ചാണ് മകളെ കടത്തിക്കൊണ്ടുപോയത്, കേരളത്തിലേക്ക് കൊണ്ടുപോയത് എന്ന് ഫർമാൻ എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. മകൾക്കെതിരെ അതിക്രമം നടന്നുവെന്ന് തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫർമാനും ഗുണ്ടാ സംഘങ്ങളും ചേർന്ന് തങ്ങളെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഈ മാതാപിതാക്കളുടെ ആരോപണം. ഇതിനിടെ തങ്ങൾ നിയമപരമായ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയാണ് പെൺകുട്ടിയുടെ വിവാഹം നടത്തിയത് എന്നാണ് കേരള പോലീസ് കമ്മീഷന് മുൻപാകെ വ്യക്തമാക്കിയത്. രാജ്യം വളരെ പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും വോട്ടെടുപ്പ് തുടരുന്നു. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ എന്നിവർ കുടുംബത്തോടൊപ്പം വോട്ട് രേഖപ്പെടുത്തുകയും മറ്റും ചെയ്തു. നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. സ്റ്റാലിൻ 200-ന് മുകളിൽ സീറ്റ് നേടി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. ആത്മവിശ്വാസത്തിലെന്ന് ഉദയനിധി സ്റ്റാലിൻ പറയുകയും ചെയ്തു. நான் எப்படி ஜனநாயக கடமை ஆற்றியிருக்கணும், அதே மாதிரி தமிழ்நாட்டு வாக்காளர்கள் தன்னுடைய ஜனநாயக கடமையை முறையாக ஆற்ற வேண்டும், தவறாமல் ஜனநாயக கடமை ஆற்ற வேண்டும் என்று நான் வாக்காளர்கள் எல்லாம் அன்போடு கேட்டுக்கொள்கிறேன். நல்ல கருத்தானு சொல்லியிருக்காரு, நல்ல கருத்து தான். ஒரே வேலை சொல்றேன். TVK അധ്യക്ഷൻ വിജയ്, രജനീകാന്ത്, അജിത്ത്, ഖുഷ്ബു അടക്കമുള്ള പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി രാവിലെ തന്നെ. അതേസമയം ബംഗാളിൽ 152 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 1478 സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ പശ്ചിമ ബംഗാളിൽ നടക്കുന്നുണ്ട്. 2 ഘട്ടമായാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ്. അടുത്ത ഘട്ടം 29-നാണ്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെടിക്കെട്ട് അപകടത്തിന്റെ നടുക്കം മാറാതെ കേരളം. വലിയൊരു കുട്ടിപ്പറി അവിടെ അടുത്ത അയലകത്തുള്ള ആൾക്കാരൊന്നും ഒക്കെ വീടൊക്കെ തകർന്നിട്ടുണ്ട്.
സൗണ്ട് കേട്ടത്. ആ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇടി വെട്ടുകയാണ്. അങ്ങനെ ഇടി വെട്ടുമ്പോൾ ഞാൻ ഓടൊക്കെ പറന്നു പോയി. അങ്ങനെ ഓടി പുറത്തേക്ക് പൊക്കണം മക്കളെ എന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ കിടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ എല്ലാവരും ഓടി പുറത്തേക്ക് വന്നു. അപ്പം നിങ്ങളുടെ ആൾക്കാരൊക്കെ പാടത്തേക്ക് പോയി. അപ്പം ശരിക്കും പാടത്തേക്ക് പോകാൻ പാടില്ല അത്ര. നമുക്ക് മരുമക്കൾക്കൊന്നും അറിയില്ല. ഇവരൊക്കെ ഓടി പാടത്തേക്ക്. അപ്പോഴേക്കും അവിടെ വലിയ പൊട്ടി. അപ്പം അവരെല്ലാവരും ഓടി നിങ്ങളുടെ തന്നെ വീണ്ടും വന്നു. തൃശൂർ പൂരം നടത്തിപ്പിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. 10 മണിക്കാണ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും തൃശൂർ MP സുരേഷ് ഗോപിയും അടക്കം പങ്കെടുക്കുന്ന യോഗം ചേരുക. അതിന് മുന്നോടിയായി മന്ത്രി K രാജൻ, VN വാസവൻ, R ബിന്ദു എന്നിവർ അടിയന്തര യോഗം ചേർന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ദേവസ്വങ്ങളുടെ നിലപാട് കേട്ട് പ്രത്യേക സാഹചര്യം വിലയിരുത്തി നിലപാടെടുക്കുമെന്നാണ് മന്ത്രി വാസവൻ വ്യക്തമാക്കിയത്. 10 മണിക്കാണ് നമ്മൾ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. അതിൽ ബന്ധപ്പെട്ട 2 ക്ഷേത്രം ഭാരവാഹികൾ പാറമേക്കാവിനും തിരുവാമ്പാടിയും 2 കൂട്ടരും ക്ഷണിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടമുണ്ട്, ജില്ലയിലെ മറ്റു ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട്, ജനപ്രതിനിധികളുണ്ട്. ഇതൊരു യോഗം വിളിക്കാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ നമുക്ക് അനുമതി തന്നിട്ടാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. ആ യോഗത്തിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഈ കാര്യത്തിൽ സർക്കാർ നിലപാട് എന്താണെന്നുള്ളത് നമ്മൾ പറയും. ഇതിനു മുമ്പേ അവരേതെങ്കിലും തരത്തിൽ അഭിപ്രായങ്ങൾ പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടാവാം. അതെല്ലാം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാതെ നമ്മൾ അവിടെ ചർച്ച ചെയ്തതിന് ശേഷം കാര്യങ്ങൾ അവർ പറയുന്ന കേട്ടിട്ട് നമ്മുടെ ഒരു പൊതു ഇത് ഒഴിവാക്കണമെന്ന് തന്നെയാണോ? ഇല്ല, അത് ഞാൻ മുൻകൂട്ടി പറയുന്നത് ശരിയല്ലോ. ഒരു യോഗത്തിലേക്ക് പോകുമ്പോൾ ആ യോഗം എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി അത് വിളിക്കുന്നയാൾ പറയുന്നത് ഒരിക്കലും ശരിയല്ല. പൂരത്തിന് വെടിക്കെട്ട് വേണമെന്നാണ് പാറമേക്കാവ് ദേവസ്വത്തിന്റെ നിലപാട്. സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കാം, പ്രധാന വെടിക്കെട്ട് ഉണ്ടാകും. പൂരം നടത്തണമെന്നാണ് പൊതുവികാരം. ഇത് യോഗത്തിൽ അറിയിക്കുമെന്നും അംഗീകരിച്ചില്ലെങ്കിൽ നിയമപരമായി നീങ്ങുമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് വ്യക്തമാക്കി. ദേശത്തെ പൊതുവികാരം എന്ന് പറഞ്ഞാൽ പൂരം നടത്തണം എന്നാണ്. ഇതൊരു കൊല്ലത്തെ പ്രയത്നമാണ്. അതിൻ്റെ പിന്നെ ഒരു ഹാർഡ് വർക്കുണ്ട്. അപ്പോൾ അത് പൂരം നടത്തുക എന്നുള്ളതാണ് ഇന്നലെ മീറ്റിങ്ങിൽ തീരുമാനിച്ചത്. പ്രസിഡൻറ്റിനെയും സെക്രട്ടറിനെയും ഇത് യോഗത്തിൽ അറിയിക്കാനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊന്ന് അവതരിപ്പിക്കും. ഇന്നലെ വന്ന ഒരു വികാരം എന്ന് പറഞ്ഞാൽ സാമ്പിൾ ഒഴിവാക്കുക, മറ്റേ വെടിക്കെട്ടുകൾ നടത്തുക. ആ മെയിൻ വെടിക്കെട്ടും പകൽപ്പൂരം കഴിഞ്ഞിട്ടുള്ള വെടിക്കെട്ടും നടത്തുക എന്നുള്ളൊരു വികാരമാണ് ഇന്നലെ വന്നത്. അപ്പോൾ അതും അറിയിക്കും. ദേവസ്വങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിനൊപ്പം നിൽക്കാമെന്ന് ഉത്സവ കമ്മിറ്റിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് നാളെ വരെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം മുണ്ടത്തിക്കോട് സ്ഫോടനത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ മൃതദേഹ ഭാഗങ്ങളുടെ DNA പരിശോധന തുടരുകയാണ്. 4 പേരെക്കുറിച്ച് ഇനിയും വിവരമില്ല. ചികിത്സയിൽ കഴിയുന്ന 10 പേരിൽ 4 പേരുടെ നില അതീവ ഗുരുതരവുമാണ്. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, ഇപ്പോൾ ഈ പൂരത്തിന് നടത്തിപ്പ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ദേവസ്വങ്ങൾ തന്നെ തീരുമാനമെടുത്ത് വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കുമെന്നാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല, അത് വ്യക്തമാവുകയാണ്. എന്താണ് പൊതുജനത്തിൻ്റെ, പൂരപ്രേമികളുടെയൊക്കെ വികാരം കണക്കിലെടുക്കാനാണ് ദേവസ്വങ്ങളുടെ തീരുമാനം. അപ്പോൾ വെടിക്കെട്ട് നടക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് വീണ്ടും, അല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, അതായത് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? വെടിക്കെട്ട് നടത്തണമെന്ന് തന്നെയാണ് പാറമേക്കാവിൻ്റെ തീരുമാനം. അങ്ങനെയാണ് ആ തീരുമാനം ഇന്നത്തെ യോഗത്തിൽ അറിയിക്കുകയാണ്. അറിയിച്ച ശേഷം അതായത് കൂടുതൽ ഭൂരിഭാഗവും അങ്ങനെ വെടിക്കെട്ട് നടത്തണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രധാന വെടിക്കെട്ടും പകൽപ്പൂരം കഴിഞ്ഞുള്ള വെടിക്കെട്ടും നടത്തണമെന്ന് തന്നെയാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പൂരം കൊണ്ടാടുന്നത്. അപ്പോൾ അത് ആചാരപരമായി പൂരം കൊണ്ടാടണമെന്ന് തന്നെയാണ്. പക്ഷേ വെടിക്കെട്ട് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഉള്ളത്. അതേസമയം തന്നെ ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് 10:30 കൂടിയാണ് യോഗം ചേരുന്നത്. ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. മറ്റു മന്ത്രിമാരായിട്ടുള്ള R ബിന്ദു, അതുപോലെ K രാജൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തൃശൂർ MP എന്നുള്ള നിലയിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം, അതായത് യോഗത്തിൽ ഈ കാര്യം അറിയിച്ച ശേഷം അനുകൂലമായ നടപടി അല്ല യോഗത്തിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ
നിയമപരമായി തന്നെ നീങ്ങുമെന്ന് തന്നെയാണ് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. എന്തായാലും അതേസമയം തന്നെ ദേവസ്വം മന്ത്രി അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതനുസരിച്ചിട്ട് 10:30 യോഗം ചേരും. ഇരു വിഭാഗങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കും ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക. അതേസമയം തന്നെ ഭാവിയിലേക്കുള്ള പൂരത്തിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ടും ഇത് ഒരു മാർഗരേഖ ആയിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. രണ്ട് വിഭാഗങ്ങളെയും കേൾക്കാതെയും യോഗത്തിൽ ചർച്ച ചെയ്യാതെയും ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് മന്ത്രി VN വാസവൻ വ്യക്തമാക്കിയത്. അതേസമയം 10:30 കളക്ടറേറ്റിലാണ് യോഗം ചേരുന്നത്. 3 മന്ത്രിമാർ, അതുപോലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഉദ്യോഗസ്ഥർ, ജില്ലാ ഭരണകൂടം, അതുപോലെ മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവരൊക്കെ യോഗത്തിൽ സന്നിഹിതരായിരിക്കും. എന്തായാലും 10:30 യോഗം ചേരുന്നത് ഒരു ഉച്ചയോടുകൂടി നമുക്ക് ഇതിൽ ഇന്ന് വ്യക്തമാകും. പൂരം ഏത് തരത്തിൽ നടത്തിപ്പിൻ്റെ വിശദാംശങ്ങൾ ഒരു ഉച്ചയോടുകൂടി നമുക്ക് വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പാറമേക്കാവ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. വെടിക്കെട്ടോട് കൂടി തന്നെ പൂരം നടത്തണമെന്ന് തന്നെയാണ് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി അല്പം മുമ്പ് രാജേഷ് അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എങ്ങനെയാണ്? എന്തായാലും പൂരം നടത്തിപ്പിലേക്ക് കടക്കുമ്പോൾ തന്നെ വെടിക്കെട്ട് ഒഴിവാക്കുമെന്ന് നേരത്തെ ഒരു സൂചന ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ വലിയ ദുരന്തത്തിനിടയിലും വെടിക്കെട്ട് ഒഴിവാക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ്. അതേസമയം തന്നെ ഈ വെടിക്കെട്ട് പുരയുമായി ബന്ധപ്പെട്ട് ലൈസൻസി ക്യാൻസൽ ചെയ്തതും അത് അടച്ചുപൂട്ടുന്ന സാഹചര്യമുണ്ടായതും അത് ഉടമയ്ക്കെതിരെ സ്വീകരിച്ചിരിക്കുന്ന നടപടി അത് നിയമവിരുദ്ധമാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം 6000 കിലോയുടെ വെടിമരുന്ന് ഉപയോഗിക്കാനുള്ള ലൈസൻസ് അദ്ദേഹത്തിനുള്ള സാഹചര്യത്തിലാണ്. അത് നിയമവിരുദ്ധമായിട്ടാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിൽ കൂടി ഇടപെടൽ ഉണ്ടാകണമെന്നും ദേവസ്വം സെക്രട്ടറി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പൂരം നടത്തിപ്പിന് വെടിക്കെട്ടുണ്ടാകണം എന്ന് തന്നെയാണ് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ആവശ്യം. അങ്ങനെയാണ് തിരുവമ്പാടിയും, അതായത് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ അഭിപ്രായത്തോട് തന്നെ യോജിച്ച് തന്നെ തിരുവമ്പാടി വിഭാഗവും പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ഇരു വിഭാഗങ്ങളും അല്പസമയത്തിനുള്ളിൽ ചേരുന്ന യോഗത്തിൽ സംസ്ഥാന സർക്കാരിനെ വിവരങ്ങൾ ബോധിപ്പിക്കും. അതിനുശേഷം സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ള കാര്യമാണ് ഇതിൽ അന്തിമമായിരിക്കുക. എന്തായാലും പൂരത്തിന് ആളുകൾ ഉണ്ടാവുക എന്നുള്ളതായിരിക്കും പൂരത്തിൻ്റെ വിജയം. അപ്പോൾ നമുക്ക് പൂരം നടത്തിപ്പിൽ കാണാം പൂരത്തിന് പിന്തുണ ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടി ദേവസ്വം സെക്രട്ടറി പറഞ്ഞു. നിർണായകമായ യോഗമാണ്. ഈ ദേവസ്വങ്ങളുടെ അഭിപ്രായത്തോട് മന്ത്രിമാർ എന്ത് അഭിപ്രായം പങ്കുവെക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇതിനിടയിൽ പാറമേക്കാവിൻ്റെ പടക്ക നിർമ്മാണശാല ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബിനെതിരെയാണ് കേസ്. കൊല്ലങ്കോട് പോലീസാണ് കേസെടുത്തത്. ലൈസൻസിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ പടക്കങ്ങളും വെടിമരുന്ന് സൂക്ഷിക്കുന്നതുമായും ചിറ്റൂർ തഹസിൽദാർ വ്യക്തമാക്കിയിരുന്നു. ചിറ്റൂർ ഡിവൈഎസ്പിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. നിലവിൽ പടക്ക നിർമ്മാണശാല പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. തുടർ പരിശോധനകൾ നടത്തുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ അറിയിച്ചു. അതേസമയം കേസ് പിൻവലിക്കണമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് ആവശ്യപ്പെട്ടു. വടകരയിൽ BJPയിൽ പൊട്ടിത്തെറി. BJP കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണനെതിരെയാണ് പ്രതിഷേധം. പ്രഫുൽ കൃഷ്ണന്റെ കോലം കത്തിച്ചു. വടകര നാദാപുരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത പ്രശ്നങ്ങൾക്ക് പിന്നാലെയാണ് BJPയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഇന്നലെയാണ് അവിടെ ഈ പ്രഫുലിനെതിരെയുള്ള പ്രകടനവും മറ്റും നമ്മൾ കണ്ടത്. കോലം കത്തിക്കലും മറ്റും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് വിഷയം? രഞ്ജിത്ത്, BJPയിൽ അസാധാരണമായി നടക്കുന്ന ചില സംഭവവികാസങ്ങളാണ് ഇന്നലെ വടകരയിൽ നടന്നിരിക്കുന്നത്. ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ പാർട്ടി പതാകകളുമായി പ്രവർത്തകർ തന്നെ തെരുവിലിറങ്ങുക, ഒപ്പം പാർട്ടി ജില്ലാ പ്രസിഡന്റ് കുളകം കത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇതെന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ വടകരയിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളുടെ ഒരു തുടർച്ചയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം വടകര നാദാപുരം മണ്ഡലങ്ങളിൽ നിന്നും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ റിബനായി പത്രിക നൽകിയ 2 പേരടക്കം 9 പേരെ കഴിഞ്ഞ ദിവസം BJP നോർത്ത് ജില്ലാ കമ്മിറ്റി പുറത്താക്കിയിരുന്നു. ഇതിൽ പത്രിക നൽകിയ ശ്യാംരാജ് കുരിയാടി, നാദാപുരത്ത് പത്രിക നൽകിയ K പത്മകുമാർ എന്നിവരെയാണ് പുറത്താക്കിയത്. ഇവർക്ക് പിന്തുണ സ്വീകരിച്ച അല്ലെങ്കിൽ പിന്തുണ നൽകുന്ന നിലപാടെടുത്ത അവരടക്കം ഉള്ള 9 പ്രാദേശിക നേതാക്കളെ പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ, ഏതാണ്ട് 30ഓളം പേരുണ്ട്. ഇവരെല്ലാവരും പ്രാദേശിക തലത്തിലെ BJP നേതാക്കന്മാരോ അല്ലെങ്കിൽ സജീവമായി BJP പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരാണ് ആ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകിയത്. ഏതാണ്ട് 30ഓളം പേരാണ് റിസോർട്ട് പരിസരത്തു നിന്നും പ്രകടനം ആരംഭിക്കുകയും നഗരത്തിൽ ചുറ്റി അടക്കാത്തൊരു ജംഗ്ഷനിൽ വെച്ച് കോലം കത്തിക്കുകയും ചെയ്തു. എന്തായാലും പ്രഫുൽ കൃഷ്ണ എന്ന സ്ഥാനാർത്ഥിയെ മുകളിൽ നിന്നും കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ്. പ്രാദേശിക പ്രവർത്തകരുടെ വികാരം മാനിക്കാതെയാണ് ഇത്തരം ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്ന് അടക്കമുള്ള ആരോപണങ്ങളാണ്
ഇവരുടെ ഭാഗത്തു നിന്നും ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ BJP ജില്ലാതല നേതാക്കളുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വമടക്കം വിഷയത്തിൽ ഇടപെടും എന്ന ഒരു പ്രതീക്ഷയുമുണ്ട്. ഈ കേവലം ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾക്കപ്പുറം ഗുരുതരമായ ഫണ്ട് തട്ടിപ്പും പ്രഫുൽ കൃഷ്ണയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നാണ് പ്രാദേശിക തലത്തിലെ ഈ വിമത നേതാക്കൾ ആരോപിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും വ്യാപകമായ ഫണ്ട് തട്ടിപ്പ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായെന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നതിലും വരും ദിവസങ്ങളും ഒരു ചൂടി പിടിച്ച വിഷയമായി തന്നെ ഇത് ജില്ലയിൽ മാറും. ശരി. കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ അനധികൃത പോലീസ് പരിശോധനയെന്ന് പരാതി. തിരുവള്ളൂർ സിദ്ദിഖിന്റെ വീട്ടിലായിരുന്നു പരിശോധന. രാഷ്ട്രീയ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു നടപടി. പ്രസവിച്ചു നടക്കുന്ന സ്ത്രീയുടെ മുറിയിൽ വരെ പോലീസ് പരിശോധന നടത്തിയെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. വേണമെങ്കിൽ അടിവസ്ത്രം വരെ തപ്പി നോക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് റെയ്ഡ് പാതി വഴിയിൽ നിർത്തുകയായിരുന്നു. കൊല്ലത്ത് കരിയില കത്തിക്കുന്നതിനിടെ പൊള്ളലേറ്റു വയോധിക മരിച്ചു. കുഴുവതിക്കാട് പാലവിള വീട്ടിൽ ലീലയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് അപകടം. ഗുരുതരമായി പൊള്ളലേറ്റ ലീല ചികിത്സയ്ക്കിടെയാണ് മരിച്ചത്. തീ ആളിപ്പടർന്നതോടെ പൊള്ളലേൽക്കുകയായിരുന്നു. കനത്ത വേനലിൽ തീയിടുമ്പോൾ ഇത്തരം അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ വേനൽ കടുത്തതോടെ ജലക്ഷാമവും രൂക്ഷം. ജില്ല കടുത്ത വരൾച്ചയ്ക്ക് നീങ്ങുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പുഴകളുള്ള ജില്ലയായ കാസർഗോഡ് മിക്ക പുഴകളിലും ജലനിരപ്പ് ഗണ്യമായി കുറയുകയും നീരൊഴുക്ക് പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തു. വടക്കൻ കേരളത്തിൽ വേനൽ കടുത്തതോടെ ജലക്ഷാമവും രൂക്ഷം. ജില്ല കടുത്ത വരൾച്ചയിലേക്ക്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പുഴകളുള്ള ജില്ലയായ കാസർഗോഡ് മിക്ക പുഴകളിലും ജലനിരപ്പ് ഗണ്യമായി കുറയുകയും നീരൊഴുക്ക് പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പുത്തികെ ചെറിയ പുഴകൾ പൂർണ്ണമായും വറ്റിവരണ്ടതോടെ പ്രദേശത്ത് ജലക്ഷാമവും രൂക്ഷം. വറ്റിവരണ്ട പുഴയിൽ കിണർ കുഴിച്ചാണ് പ്രാഥമിക ആവശ്യങ്ങൾക്കുൾപ്പെടെ ജലസേചനത്തിനായി വെള്ളം കണ്ടെത്തുന്നത്. 2 മാസം മുൻപ് നിറഞ്ഞു കവിഞ്ഞു കലങ്ങി ഒഴുകിയ പുഴ ഒരു അടയാളം മാത്രമായി മാറിയിരിക്കുകയാണിപ്പോൾ. അശാസ്ത്രീയമായ രീതിയിലുള്ള മണലെടുപ്പും വ്യാപകമായി കുന്നിടിക്കലുമാണ് ജലാശയങ്ങൾ വറ്റിവരളാൻ പ്രധാന കാരണം. ജലക്ഷാമം ഒരു തരത്തിലും വന്നുകൂടാത്ത സാഹചര്യമാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കാസർഗോഡിൻ്റെ പ്രകൃതി സമ്പത്ത് ചൂഷണം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് കുന്നുകളും മലകളും ഇടിച്ചു നിരത്തി പാരിസ്ഥിതിക ആഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നദികളിലെ വെള്ളം കുറഞ്ഞു വരികയാണ്. ക്രമാതീതമായ മണലെടുപ്പും നദികളിലെ വെള്ളത്തിന് ശോഷണത്തിന് കുറവ് വരുത്തുന്നു. അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ലെങ്കിൽ കാസർഗോഡ് ജില്ല അതീവ ഗുരുതരമായ ജലപ്രതിസന്ധിയിലേക്ക് പോകേണ്ടി വരും. ജില്ലയിൽ മിക്ക കിണറുകളിലും തോടുകളിലും സ്ഥിതി വിഭിന്നമല്ല. വാഹനങ്ങളിൽ വെള്ളമെത്തിച്ച് കുടിവെള്ളക്ഷാമത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലയിലെ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികൾ. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ കുട്ടികളുടെയും അവയവദാതാക്കളുടെയും ഒത്തുചേരൽ സംഘടിപ്പിച്ച് തിരുവനന്തപുരം കിംസ് ഹെൽത്ത്. 10 മാസം പ്രായമുള്ളപ്പോൾ അവയവങ്ങൾ ദാനം ചെയ്ത അലിൻ ഷെറിൻ എബ്രാഹിമിന്റെ കുടുംബവും അലിന്റെ കരൾ സ്വീകരിച്ച 8 മാസം പ്രായമുള്ള ദ്രിയയും ചടങ്ങിൽ പങ്കെടുത്തു. റോഡപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകൾ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ മാതാപിതാക്കൾ ആലിന്റെ കരൾ സ്വീകരിച്ച ദ്രിയയെ ആദ്യമായി കണ്ടുമുട്ടിയത് ചടങ്ങിൽ ഹൃദയസ്പർശിയായ നിമിഷമായി മാറി.
വേർപാടിന്റെ ദുഃഖത്തിലും മറ്റുള്ളവർക്കായി ഉറച്ച തീരുമാനമെടുത്ത കുടുംബാംഗങ്ങളെയും ആംബുലൻസ് ഡ്രൈവർമാരെ അടക്കം ചടങ്ങിൽ ആദരിച്ചു. കേരളത്തിലെ അവയവദാന നിരക്ക് ഇപ്പോഴും കുറവാണെന്നും അവയവം സ്വീകരിക്കുന്ന കുട്ടികൾ പൂർണ്ണ ആരോഗ്യത്തോടെ സാധാരണ ജീവിതം നയിക്കുന്നു എന്നും ഡോക്ടർ ഷബീർ അലി പറഞ്ഞു. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് വീണ്ടും നമ്മുടെ ഗവൺമെന്റിന്റെ എഫേർട്ടും ഗവൺമെന്റ് തന്നെ ഓണർഷിപ്പ് എടുത്ത് ഇപ്പോൾ എല്ലാ ഡോണറുടെയും ഫാമിലി, അവിടുത്തെ MLAയോ നമ്മുടെ മിനിസ്റ്ററോ നേരിട്ട് അവരെ വിളിക്കുക അല്ലെങ്കിൽ നേരിട്ട് കാണുകയോ ചെയ്യുന്നു, മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ് ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു വരികയാണ്. അതിലേക്ക് അലിൻഷറിന്റെയും ഇപ്പോൾ റീസെന്റ് നടന്ന ഡൊണേഷൻസ് ഡെഫിനറ്റ്ലി അതൊരു ബൂസ്റ്റ് ആയിരിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാർ, KSOTO സൗത്ത് സോൺസ് നോഡൽ ഓഫീസർ ഡോക്ടർ രാഖി കൃഷ്ണൻ, കിംസ് ഹെൽത്ത് മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഡയറക്ടർ ഡോക്ടർ പ്രവീൺ മുരളീധർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുകയാണ്. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ചൂട് ഇന്നലെ പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെട്ടു. 41.1 ഡിഗ്രി സെൽഷ്യസാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. കേരളത്തിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ചൂടുമായി ബന്ധപ്പെട്ട അലേർട്ട് ഉണ്ട്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാന്, ചൂട് കുറയാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത്. വേനൽ മഴ അങ്ങിങ്ങായൊക്കെ പെയ്യുന്നുണ്ട്. ഇനിയുള്ള പ്രവചനം എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ? വരുന്ന ഏതാനും ദിവസങ്ങൾ കൂടി ഒരു ആശങ്കാജനകമായ തരത്തിലേക്ക് സംസ്ഥാനത്തെ താപനില ഉയരും എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. 37 ഡിഗ്രി സെൽഷ്യസ് മുതൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ പല ജില്ലകളിലും ചൂട് ഉയരാൻ സാധ്യതയുണ്ട്. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ചൂട് ഇന്നലെ പാലക്കാടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 41.3 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയ ചൂട്. കൊല്ലം, പുനലൂരിലടക്കം കഴിഞ്ഞ ദിവസം 39 ഡിഗ്രിയിലേക്ക് ചൂട് ഉയർന്നിരുന്നു. സമാനമായ തരത്തിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലും അലേർട്ട് നിലനിൽക്കുകയാണ്. 11 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ വെയിലേൽക്കുന്നത് ഒഴിവാക്കണം എന്ന കൃത്യമായ നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം ഈ കാടിനുള്ളിലും വലിയ തരത്തിൽ ചൂട് ഇരുന്നതിനാൽ ഇഴജന്തുക്കൾ, പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കൾ കാടിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതോടൊപ്പം വനം വകുപ്പുമൊക്കെ നൽകുന്നുണ്ട്. ഈ അൾട്രാവയലറ്റ് വികിരണം ഉണ്ടാകാനുള്ള സാധ്യത അതൊരു വശത്തുണ്ട്, ഉഷ്ണതരംഗ സാധ്യത മറുവശത്ത് നിലനിൽക്കുന്നു. ഇങ്ങനെ ഒരു ആശങ്ക ഉളവാക്കുന്ന തരത്തിലേക്ക് അന്തരീക്ഷ താപനില ഉയരുന്ന സാഹചര്യമാണ് നിലവിൽ. വേനൽ മഴ അങ്ങിങ്ങായി പെയ്യുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും ചൂട് കുറയുന്നില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. KP അഭിലാഷ് ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.